കള്ളുഷാപ്പ് പ്രവർത്തനം പ്രശ്നപരിഹാരമായില്ല. വാരപ്പെട്ടി മൈലൂരിൽ പ്രതിരോധ സംഗമം നടത്തി. മദ്യലഹരി നിരോധിത സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. കള്ളുഷാപ്പ് പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് ജനകീയ കൂട്ടായ്മ. KCBC മദ്യലഹരി വിരുദ്ധ സമിതി, മദ്യവിരുദ്ധ ഏകോപന സമിതി, ജനകീയ കൂട്ടായ്മ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വാരപ്പെട്ടി മൈലൂരിൽ അനധികൃത കള്ളുഷാപ്പ് നിർമ്മാർജ്ജനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ലക്ഷ്യമാക്കി പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. മദ്യലഹരി നിരോധിത സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൻപുറത്തിന്റെ നന്മകളെയും ഈ നാട്ടിൻപുറത്തിന്റെ സമാധാനത്തെയുമെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് അനധികൃതമായി ഒരു മദ്യശാല പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് 29 ദിവസമാവുകയാണ്. ആ മദ്യശാലയ്ക്കെതിരെയുള്ള സമരം തുടങ്ങിയിട്ടും ഇന്ന് 29 ദിവസമാവുകയാണ്. നേരത്തെ ശ്രീ ജെയിംസ് സൂചിപ്പിച്ചതുപോലെ തീർത്തും നിയമവിരുദ്ധമായ രീതിയിൽ ആണ് പ്രവർത്തിക്കുന്നത് എന്ന് ആർക്കും വളരെ പെട്ടെന്ന് വ്യക്തമാകുന്ന ഈ ഷാപ്പ് കണ്ടിട്ടും ഈ ഷാപ്പിനെതിരെയുള്ള ഈ 4 ആഴ്ചക്കാലം നീണ്ടുനിന്ന പ്രതിഷേധ സമരം കണ്ടിട്ടും ഇപ്പോഴും ഇതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന എക്സൈസിൻ്റെയും സർക്കാരിൻ്റെയും നടപടിയിൽ ഉള്ള കടുത്ത പ്രതിഷേധം, കടുത്ത അമർഷം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ജെയിംസ് പറഞ്ഞതുപോലെ ഇതിവിടെ അധികമൊന്നും തുടരാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് അവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും. എല്ലാവിധ അബ്കാരി നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട്, പരസ്യമായി ലംഘിച്ചുകൊണ്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കള്ളുഷാപ്പ് അല്ലെങ്കിൽ മദ്യശാലയൊക്കെ തുടങ്ങണമെങ്കിൽ ചില നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചായത്തിൽ നിന്ന് കെട്ടിടത്തിനുള്ള അനുമതി കിട്ടണം. ഈ കെട്ടിടത്തിനുള്ള അനുമതി എന്തിനുള്ളതാണ്? അനുമതി 2 തരത്തിലുണ്ട്. ഒന്ന് താമസത്തിനുള്ള അനുമതി, മറ്റൊന്ന് വ്യാപാര ആവശ്യത്തിനുള്ള അനുമതി, കച്ചവട ആവശ്യത്തിനുള്ള അനുമതി. മുമ്പ് മദ്യശാലകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ മദ്യശാലകൾ, അതുപോലെ ഈ വെടിമരുന്ന് പോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന പടക്കക്കടകൾ, ഇതിനൊക്കെ പ്രത്യേകമായി ലൈസൻസ് വേണമായിരുന്നു. തൊട്ടു മുമ്പിലത്തെ സർക്കാർ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ആ നിയമത്തിൽ ചില ഇളവ് കിട്ടി. പക്ഷെ ഇപ്പോഴും താമസത്തിന് വേണ്ടി അനുമതി വാങ്ങിയ, പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിയ കെട്ടിടത്തിൽ ഒരു കാരണവശാലും കച്ചവടം നടത്തിക്കൂടാ. മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി രൂപത ജനറൽ സെക്രട്ടറി ജോണി കണ്ണാടൻ മുഖ്യപ്രഭാഷണം നടത്തി. വാരപ്പെട്ടി പഞ്ചായത്ത് അംഗം ഉമൈബ അഷറഫ്, ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ സനൽ രാജു, ജോൺ തോമസ്, ജോയി പടയാട്ടിൽ, ബിജു വെട്ടിക്കുഴ, ജിജു വർഗീസ്, മാർട്ടിൻ കീഴ്മാടൻ, സാബു കുരിശിങ്കൽ, പീറ്റർ ഇടപ്പുളവൻ, സാജൻ അമ്പാട്ട്, KV ഏണസ്റ്റ്, ജോസ് ആന്റണി, സന്തോഷ് ഐസക്, കൃഷ്ണൻകുട്ടി TA, സാജൻ PS എന്നിവർ സംസാരിച്ചു. ഇവിടെ 90 വയസ്സ് പ്രായമുള്ള, ഏകദേശം 90 വയസ്സ് പ്രായമുള്ള മംഗലത്ത് അയ്യപ്പൻ എന്ന് പറയുന്ന വയോധികൻ, അദ്ദേഹത്തിൻ്റെ കെട്ടിടമാണിത്. താമസിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കെട്ടിടം അബ്കാരികൾ എടുത്തത്. നിങ്ങൾ ഓർക്കുക, ഏതൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യുക, അല്ലേ? ഇവിടെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് വൈറ്റ് വാഷ് ചെയ്തത്. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്തതും അതുപോലെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് ഇവിടെ ഷാപ്പ് തുടങ്ങിയതിന് ശേഷമാണ്. എക്സൈസ് നിയമം അനുസരിച്ച് ഫിറ്റ്നസ് ഉള്ള ബിൽഡിങ്ങിലാണ് ഷാപ്പിൽ അനുവദിക്കാവൂ. പിന്നെ അമ്പലങ്ങളുടെയും ദേവാലയങ്ങളുടെയും ആശുപത്രികളുടെയും ഒക്കെ നിശ്ചിതാക്കലം വേണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു നിയമം ബാധകമല്ല. പക്ഷേ ഇവിടെ ആരെ ഉദ്ദേശിച്ചാണ് ഈ
കള്ളുഷാപ്പ് തുടങ്ങി നമുക്ക് ഈ ബോർഡ് കണ്ടാൽ അറിയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഹിന്ദിയിൽ ആളുകളെ ആകർഷിക്കുന്ന ബോർഡ് നമ്മളെങ്ങും കള്ളുഷാപ്പ് മുമ്പിൽ കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെയും അവിടെയും ഒക്കെ വെച്ചിരിക്കുകയാണ് കള്ളുഷാപ്പിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി. അപ്പോൾ ആരെ ആകർഷിക്കാനാ? ഭായിമാരെ. നമുക്കറിയാം, ഭായിമാരെ നമ്മൾ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്ത് കൊണ്ടുവന്ന് അതിഥി തൊഴിലാളികളെ കണ്ടവരാണ്. ആദ്യകാലത്ത് അവരങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ വർഷങ്ങൾ കടന്നു പോയപ്പോൾ അവർ കേരളത്തിലെ ലഹരി വിൽപ്പനയുടെയും ലഹരി ഉപയോഗത്തിൻ്റെയും ഒക്കെ ഒരു കണ്ണിയായി മാറുന്ന സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഹിന്ദിക്കാർ കൂടുതൽ അധിവസിക്കുന്നിടത്ത് ഇത്തരം സ്ഥാപനങ്ങൾ വന്നാലുണ്ടാകാവുന്ന ദുരന്തം. ഞങ്ങൾ വന്നപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഉടമസ്ഥ ചേച്ചിയാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടല്ലേ? കണ്ടു. നല്ല പ്രായമുള്ള വയ്യാതിരിക്കുന്നൊരു അമ്മയാണ്. അമ്മയുടെ മക്കളൊക്കെ പുറത്താണ്, ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇവിടെ എന്ത് വിശ്വസിച്ചാണ് അമ്മയ്ക്ക് ഇവിടെ കിടന്നുറങ്ങാൻ കഴിയുക? അതുപോലെ ഇവിടെയുള്ള 50ഓളം വീടുകൾ, ഈ 50ഓളം വീട്ടുകാർക്ക് സുരക്ഷിതമായി ഇവിടെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാരണം ഭായിമാരൊക്കെ മദ്യം കഴിച്ചാൽ അവരെ മദ്യം മാത്രമല്ല കഴിക്കുക, അവരതിൻ്റെ കൂടെ പലതും കഴിക്കുക. എല്ലാ പേരും ഞാൻ പറയുന്നില്ല. അങ്ങനെ കഴിച്ച് പല പ്രശ്നങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. തൂഫാൻ വന്നപ്പോൾ ആദ്യമായി ശുദ്ധീകരണം നടത്തിയത് പെരുമ്പാവൂരാണ്. നമുക്ക് ഞായറാഴ്ച ദിവസം പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലെ പരിസരങ്ങളിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ MLA നമ്മുടെ സുഹൃത്ത് മനോജ് മുത്തടനാണ്. കഴിഞ്ഞ ദിവസം മുത്തടനെ കണ്ടപ്പോൾ പറയായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ മത, സാമൂഹിക, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പ്രദേശവാസികളും സംഗമത്തിൽ പങ്കെടുത്തു. ജനവാസ മേഖലയ്ക്ക് നടുവിൽ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണെന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ആരോപിച്ച് പ്രദേശവാസികൾ നടത്തുന്ന സമരം തുടരുകയാണ്. പഞ്ചായത്തിന്റെ ആവശ്യമായ അനുമതിയില്ലാതെയാണ് കെട്ടിടം ഉപയോഗിക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. കൊമേഴ്ഷ്യൽ ആവശ്യത്തിനുള്ള അനുമതിയില്ലാത്തതും താമസയോഗ്യമല്ലാത്തതുമായ കെട്ടിടം കള്ളുഷാപ്പായി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന സംശയവും പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നു. കള്ളുഷാപ്പ് പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. അതിനെ നിയമപരമായി തടയാൻ അധികാരമുള്ളത് ഇപ്പോൾ സാറിന്റെ ഭാഗത്തു നിന്ന് നന്മയിൽ നിന്ന് ഒരു നല്ല പ്രവൃത്തിയും ഒരു റിപ്പോർട്ടുമാണ് നമ്മൾ നാട്ടുകാർ ആഗ്രഹിക്കുന്നതും ഈ നാടിന് വേണ്ടതും. ഈ നാടിന് വേണ്ടി സാറിന്റെ ഒരു നല്ല സാർ ഇത് സാർ ഒരു കാര്യം മനസ്സിലാണ്ട്, ഈ ലൈസൻസ് കളയണ്ടെന്ന് ഇവിടെ ഉള്ളവരെല്ലാം പറയുമ്പോൾ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നത്, സാറേ കള്ളുഷാപ്പ് കള്ള് നാട്ടിലെ ആളുകൾക്ക് വേണ്ടി കൊടുത്തോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഈ ഏരിയയിൽ, ഈ വാർഡിലുള്ള ജനം കള്ളുഷാപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അതിന് നിയമപരമായ എല്ലാ കാര്യങ്ങളും അന്യസംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടി കൊടുക്കരുത്. ഒറ്റ തെങ്ങോ പനയോ ചെത്തുന്നില്ല. ഞങ്ങൾ ഈ ഭാഗത്ത് കുറേയൊക്കെ അന്വേഷിച്ചു. തെങ്ങും പനയും ചെത്താതെ എങ്ങനെ വേണമെങ്കിൽ കള്ളു കൊടുക്കാം. അല്ല, അത് നിയമത്തിൽ ചിറ്റൂർ മേഖല, അതായത് നമ്മുടെ ഒരു കള്ളുഷാപ്പിന്റെ എലിഗയിൽ ഇത്ര കിലോമീറ്റർ ഇല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഇല്ല. പാലക്കാട് സാധനം കൊണ്ടുവരുന്നത് എന്റെ നാട്ടിൽ ഇതൊക്കെ ഞങ്ങൾ അവിടെയെല്ലാം പോയിട്ടുള്ള ആൾക്കാരാണ്. പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് ഷാപ്പിലേക്ക് കള്ളു വരുന്നത്. അപ്പൊ അതൊക്കെ സാറിന് അറിയാലോ, ഗ്രാമത്തിൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ ചിറ്റൂരിൽ നിന്ന് തന്നെ കള്ള് ഇവിടുന്ന് എങ്ങനെയാണെന്നുള്ള അറിയാലോ. പാലക്കാട് എത്ര കള്ള് കേരളത്തിൽ മൊത്തം വിതരണം ചെയ്യാനുള്ള ഇതുണ്ടോ? അത് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് ഇത്ര വിൽപ്പന, ഈ ഷാപ്പിലെ കള്ള് വിൽപ്പന ഇല്ലാത്തടത്ത് അത് തീരുമാനിക്കണം, വേണോ വേണ്ടി തീരുമാനിക്കണം. ഇവിടെ നിലവിൽ ഈ നാട്ടുകാർ ആരും ഈ ഷാപ്പിൽ കയറണം. ഈ ഷാപ്പിൽ മാക്സിമം കള്ള് വിൽപ്പന ഇല്ല. അല്ലാണ്ട് ഈ നാട്ടിൽ അല്ലാണ്ട് ഇപ്പൊ സമരം ആൾക്കാർ വന്നപ്പോ ഇവിടെ കള്ള് വിൽപ്പന ഇല്ല. എന്നിട്ട് അവൻ തുടരുക. ആ തലയ്ക്ക് നിന്നോക്കുള്ളൂ. അപ്പം സാറിന്റെ നല്ല റിപ്പോർട്ട് ഉണ്ടായ ഓക്കെ തീരും. ഞങ്ങള് ഇത് തീരുന്നോളം സമരത്തുണ്ടാവും. മീഡിയ 60 കോതമംഗലം.